ഹലോ, അപ്പോൾ നമുക്കിന്നൊരു 1 പാൻ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ ഇത്. അപാര ടേസ്റ്റാണേ. അപ്പോൾ അടിപൊളിയും ഈസി ആയിട്ടോ റെസിപ്പി ആയിട്ടോ. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ, ഷുഗർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളെല്ലാം ഒരേപോലെ മിക്സായി വരുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് 2 മുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്കാണെങ്കിൽ കുറച്ച് വാനില എസൻസും പിന്നെ ഒരു തിളപ്പിച്ചാറിയോ കുറച്ച് പാലും പിന്നെ ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്സ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആഡ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ അരികൊക്കെ ഉണ്ടല്ലോ, അരികത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. എനിക്ക് ടോട്ടൽ ആയത് 20 മിനിറ്റ്സ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, ഞാനതിങ്ങനെ കുത്തി നോക്കിയപ്പം നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 കുത്തും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ഈ കേക്ക് കഴിക്കാനായിട്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ചോക്ലേറ്റ് ഗനാഷയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അടിപൊളിയാണ്. ഇനി നമുക്ക് കുറച്ച് അലങ്കോല പണിക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നും അല്ല കേട്ടോ, പക്ഷേ ചോക്ലേറ്റ് ഗനാഷ നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് നോക്കി, എന്ത് ഭംഗിയാണല്ലേ കാണാൻ തന്നെ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളിയാണ്. അധികം മധുരമില്ലാതെ എന്നാൽ അടിപൊളിയായിട്ടുള്ളൊരു കേക്കാട്ടോ. അപ്പം നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ എന്താണേലും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.